ഹായ് ഫ്രണ്ട്സ്, പുതിയ ഒരു ഇതിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നിങ്ങളാരും കാത്തിരുന്ന കേരള പോലീസിൻ്റെ SIയുടെ നോട്ടിഫിക്കേഷൻ നിലവിൽ വന്നിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു റിക്രൂട്ട്മെൻറ്റ് കൂടുതൽ ഡീറ്റെയിൽസ് ആയിരിക്കും നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങളാരും വീഡിയോ അവസാനം വരെ കാണുക. അപ്പോൾ കേരള പോലീസിലെ ഒരു സബ് ഇൻസ്പെക്ടർ ജോലി ആഗ്രഹിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു അവസരം ഉപയോഗപ്പെടുത്തുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും SI ജോലിയൊക്കെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ അവരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. ഇത്തരത്തിലുള്ള കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രിപ്ഷൻ വരുന്ന ബെല്ലൈക്കനിൽ ഓൾ എനേബിൾ ചെയ്താൽ മാത്രമായിരിക്കും ഇത്തരത്തിലുള്ള കൂടുതൽ വീഡിയോസ് നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. അതുപോലെ തന്നെ നമ്മൾ ടെലിഗ്രാം, വാട്സാപ്പ് ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ജോയിൻ ചെയ്യുക. ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ടായിരിക്കുന്നതാണ്. നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. കേരള പോലീസിലേക്കുള്ള സബ് ഇൻസ്പെക്ടർ പോസ്റ്റിലേക്കുള്ള റിക്രൂട്ട്മെൻ്റ് ആണ് വന്നിരിക്കുന്നത്. മെയിനായിട്ടും 2 പോസ്റ്റിലേക്കുള്ള റിക്രൂട്ട്മെൻ്റ് ആണ്. ആർമഡ് പോലീസ് സബ് ഇൻസ്പെക്ടർ ട്രെയിനി, അതുപോലെ തന്നെ സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് ട്രെയിനി തുടങ്ങിയ 2 പോസ്റ്റിലേക്കുള്ള റിക്രൂട്ട്മെൻ്റ് ആണ് വന്നിരിക്കുന്നത്. ഇതിൻ്റെ രണ്ടിൻ്റെയും കാറ്റഗറി നമ്പർ വ്യത്യസ്തമാണ്. ആർമഡ് പോലീസ് സബ് ഇൻസ്പെക്ടർ ട്രെയിനി പോസ്റ്റിൻ്റെ കാറ്റഗറി നമ്പർ നോക്കുകയാണെങ്കിൽ 508/2024 ആണ്. ഇതിലേക്ക് വുമൻസിനും അതുപോലെ തന്നെ ഡിഫറൻഷ്യലി ഏബിൾഡ് കാൻഡിഡേറ്റ്സിനും അപേക്ഷിക്കാൻ സാധിക്കുന്നതല്ല. സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് ട്രെയിനി പോസ്റ്റിൻ്റെ കാറ്റഗറി നമ്പർ നോക്കുകയാണെങ്കിൽ 510/2024 ആണ്. ഈ ഒരു പോസ്റ്റിലേക്ക് വുമൻസിനും അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. ഡിഫറൻഷ്യലി ഏബിൾഡ് കാൻഡിഡേറ്റ്സിന് അപേക്ഷിക്കാൻ സാധിക്കുന്നതല്ല. അപ്പോൾ അപേക്ഷിക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ഈ ഒരു കാറ്റഗറി നമ്പർ ഓർത്ത് വെക്കുക. ഈ ഒരു കാറ്റഗറി നമ്പർ ഉപയോഗിച്ച് നിങ്ങൾക്ക് എളുപ്പത്തിൽ ഈ ഒരു റിക്രൂട്ട്മെൻറ്റിലേക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. ഇനി അടുത്ത ഈ ഒരു റിക്രൂട്ട്മെൻറ്റിലേക്ക് അപേക്ഷിക്കേണ്ട ഡേറ്റുകൾ നോക്കുകയാണെങ്കിൽ 30/12/2024 മുതൽ 29/1/2025 അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. അപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവർ ലാസ്റ്റ് ഡേറ്റ് പാർട്ടിന് അപേക്ഷിക്കാം. ഇനി നമുക്ക് റിക്രൂട്ട്മെൻറ്റ് മറ്റ് ഡീറ്റെയിൽസ് നോക്കാം. ആദ്യം ഈ ഒരു പോസ്റ്റിലേക്ക് ലഭിക്കാവുന്ന സാലറി നോക്കുകയാണെങ്കിൽ 45,600 രൂപ മുതൽ 95,600 രൂപ വരെയാണ് സാലറി ലഭിക്കുക. ഇനി അടുത്ത വേക്കൻസി നോക്കുകയാണെങ്കിൽ വേക്കൻസി കൃത്യമായിട്ട് പബ്ലിഷ് ചെയ്തിട്ടില്ല. ഇനി അടുത്ത അപേക്ഷിക്കാനുള്ള ഏജ് ലിമിറ്റ് നോക്കുകയാണെങ്കിൽ 20 വയസ്സിനും 31 വയസ്സിനും ഇടയിലുള്ളവർക്കാണ് അപേക്ഷിക്കാൻ സാധിക്കുക. അപേക്ഷിക്കാനുള്ള കൃത്യമായിട്ടുള്ള ഡേറ്റ് ഓഫ് ബർത്ത് നോക്കുകയാണെങ്കിൽ 2/1/1993 1/1/2004 ഈ ഒരു ഡേറ്റ് ഓഫ് ബർത്തിലും ഈ ഒരു ഡേറ്റ് ഓഫ് ബർത്തിൽക്കിടയിലും ജനിച്ചവർക്കാണ് അപേക്ഷിക്കാൻ സാധിക്കുക. അതുപോലെ തന്നെ OBC കാൻഡിഡേറ്റ്സിന് 3 വർഷം വരെയും SC/ST കാൻഡിഡേറ്റ്സിന് 5 വർഷം വരെയും ഏജ് റിലാക്സേഷൻ ഉണ്ടായിരിക്കുന്നതാണ്. ഇനി അടുത്ത അപേക്ഷിക്കാനുള്ള എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ ഡിഗ്രി ഉള്ളവർക്കാണ് അപേക്ഷിക്കാൻ സാധിക്കുക. ഏതൊരു വിഷയത്തിൽ ഡിഗ്രി ഉണ്ടെങ്കിലും അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. കൃത്യമായിട്ടുള്ള സബ്ജക്റ്റോ അല്ലെങ്കിൽ പെർസെൻറ്റേജോ കാര്യങ്ങളൊന്നും പറയുന്നില്ല. ഏതൊരു വിഷയത്തിൽ ഡിഗ്രി ഉള്ളവർക്കും അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. ഇനി അടുത്ത ഈ ഒരു റിക്രൂട്ട്മെൻറ്റിലേക്ക് അപേക്ഷിക്കാനുള്ള ഫിസിക്കൽ സ്റ്റാൻഡേർഡ്സ് നോക്കുകയാണെങ്കിൽ ആർമഡ് പോലീസ് സബ് ഇൻസ്പെക്ടർ ട്രെയിനി പോസ്റ്റിൻ്റെ ഡീറ്റെയിൽസ് ആദ്യം നോക്കാം. ഇതിലേക്ക് മെയിൽസിന് മാത്രമേ അപേക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ. ഹൈറ്റ് മിനിമം 167 സെൻറ്റിമീറ്റർ ഉണ്ടായിരിക്കേണ്ടതാണ്. ഉയരം കൂടുതലുള്ളവർക്ക് പ്രിഫറൻസ് ലഭിക്കുന്നതാണ്. ഇനിയടുത്ത ചെസ്റ്റ് മെഷർമെൻറ്റ് നോക്കുകയാണെങ്കിൽ നോർമൽ ചെസ്റ്റ് 81 സെൻറ്റിമീറ്ററും എക്സ്പാൻഷൻ 5 സെൻറ്റിമീറ്ററും ഉണ്ടായിരിക്കേണ്ടതാണ്. SC/ST കാൻഡിഡേറ്റ്സ് ഷെഡ്യൂൾഡ് കാസ്റ്റിനും ഷെഡ്യൂൾഡ് ട്രൈബൽ കാൻഡിഡേറ്റ്സിനും ഹൈറ്റിലും അതുപോലെ തന്നെ ചെസ്റ്റിലും റിലാക്സേഷൻ ഉണ്ടായിരിക്കുന്നതാണ്. SC/ST കാൻഡിഡേറ്റ്സിന് ഹൈറ്റ് 160 സെൻറ്റിമീറ്റർ ഉണ്ടായിരുന്നാൽ മതി. ചെസ്റ്റ് നോർമൽ 76 സെൻറ്റിമീറ്ററും എക്സ്പാൻഷൻ 5 സെൻറ്റിമീറ്ററും ഉണ്ടായിരിക്കേണ്ടതാണ്. ഇനിയടുത്ത സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് ട്രെയിനി പോസ്റ്റിൻ്റെ ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ ആദ്യം മെയിൽസിൻ്റെ ഡീറ്റെയിൽസ് നോക്കാം. ഹൈറ്റ് മിനിമം 165.10 സെൻറ്റിമീറ്റർ ഉണ്ടായിരിക്കേണ്ടതാണ്. SC/ST കാൻഡിഡേറ്റ്സിന് ഹൈറ്റ് മിനിമം 160.02 സെൻറ്റിമീറ്ററെങ്കിലും ഉണ്ടായിരിക്കേണ്ടതാണ്. ഇനിയടുത്ത ചെസ്റ്റ് മെഷർമെൻറ്റ് നോക്കുകയാണെങ്കിൽ നോർമൽ ചെസ്റ്റ് 81.28 സെൻറ്റിമീറ്റർ ഉണ്ടായിരിക്കേണ്ടതാണ്. എക്സ്പാൻഷൻ 5.08 സെൻറ്റിമീറ്റർ എക്സ്പാൻഷൻ ഉണ്ടെങ്കിൽ മാത്രമായിരിക്കും അപേക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ. SC/ST കാൻഡിഡേറ്റ്സിന് ചെസ്റ്റിൽ റിലാക്സേഷൻ ഉണ്ടായിരിക്കുന്നതല്ല. ഇനിയടുത്ത ഫീമെയിൽ കാൻഡിഡേറ്റ്സിൻ്റെ ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ ഹൈറ്റ് മിനിമം 160 സെൻറ്റിമീറ്റർ ഉണ്ടായിരിക്കേണ്ടതാണ്. SC/ST കാൻഡിഡേറ്റ്സിന് ഹൈറ്റ് മിനിമം 155 സെൻറ്റിമീറ്റർ ഉണ്ടായിരുന്നാൽ മതി. ഫീമെയിൽസിന് ചെസ്റ്റിൻ്റെ കാര്യം പരിഗണിക്കുന്നതല്ല. ഇനിയടുത്ത ഈ ഒരു റിക്രൂട്ട്മെൻറ്റ് ഫിസിക്കൽ ടെസ്റ്റിൽ എന്തൊക്കെ ഡീറ്റെയിൽസാണ് വരുന്നത് നോക്കുകയാണെങ്കിൽ ആദ്യം മെയിൽസിൻ്റെ ഡീറ്റെയിൽസ് നോക്കാം. ആകെ 8 കാര്യങ്ങളാണ് വരുന്നത്. ഇതിലേതെങ്കിലും 5 ഐറ്റം പാസ്സായാൽ റിക്രൂട്ട്മെൻറ്റ് ഫിസിക്കൽ ടെസ്റ്റ് പാസ് കിടക്കുന്നതാണ്. ഏതൊക്കെയാണ് 8 ഐറ്റംസ് എന്ന് നോക്കുകയാണെങ്കിൽ ഒന്നാമതായിട്ട് വരുന്നത് 100 മീറ്റർ റണ്ണിംഗ് ആണ്. 14 സെക്കൻഡിനുള്ളിൽ കംപ്ലീറ്റ് ചെയ്യേണ്ടതാണ്. അടുത്ത രണ്ടാമതായിട്ട് വരുന്നത് ഹൈ ജമ്പാണ്. 132.20 സെൻറ്റിമീറ്റർ ചാടിക്കിടക്കേണ്ടതുണ്ട്. അടുത്ത മൂന്നാമതായിട്ട് വരുന്നത് ലോങ് ജമ്പാണ്. 457.20 സെൻറ്റിമീറ്റർ ചാടിക്കിടക്കേണ്ടതുണ്ട്. അടുത്ത നാലാമതായിട്ട് വരുന്നത് ഷോട്ട് പുട്ടാണ്. 7264 ഗ്രാമുള്ള ഷോട്ട് പുട്ട് 609.60 സെൻറ്റിമീറ്റർ ദൂരത്തിൽ കൂടുതൽ എറിയേണ്ടതാണ്. അടുത്ത അഞ്ചാമതായിട്ട് വരുന്നത് ക്രിക്കറ്റ് ബോൾ ത്രോയിങ് ആണ്. 6096 സെൻറ്റിമീറ്റർ ദൂരത്തിൽ കൂടുതൽ എറിയേണ്ടതാണ്. അടുത്ത ആറാമതായിട്ട് വരുന്നത് റോപ്പ് ക്ലൈമ്പിംഗ് ആണ്. കൈകൾ ഉപയോഗിച്ച് മാത്രം 365.80 സെൻറ്റിമീറ്റർ ഉയരത്തിൽ കയറേണ്ടതാണ്. അടുത്ത ഏഴാമതായിട്ട് വരുന്നത് പുള്ളപ്പ് അല്ലെങ്കിൽ ചിന്നിങ് ആണ്. 8 തവണ എടുക്കുകയാണെങ്കിൽ ഈ ഒരു ഐറ്റം പാസ് കിടക്കുന്നതാണ്.
ഇനി അടുത്ത എട്ടാമതായിട്ട് വരുന്നത് 1500 മീറ്റർ റണ്ണിങ് ആണ്. 5 മിനിറ്റിനും 44 സെക്കൻഡിനുള്ളിൽ കംപ്ലീറ്റ് ചെയ്യേണ്ടതാണ്. ഇങ്ങനെ 8 കാര്യങ്ങളാണ് വരുന്നത്. ഇതിലേതെങ്കിലും 5 ഐറ്റം പാസ്സായാൽ ഈ ഒരു റിക്രൂട്ട്മെൻറ്റ് ഫിസിക്കൽ ടെസ്റ്റ് പാസ്സായി കിടക്കുന്നതാണ്. ഇനി അടുത്ത ഫീമെയിൽസിൻ്റെ ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ ആകെ 8 കാര്യങ്ങളാണ്. ഇതിലേതെങ്കിലും 5 ഐറ്റം പാസ്സായാൽ ഫിസിക്കൽ ടെസ്റ്റ് പാസ് കിടക്കുന്നതാണ്. ഏതൊക്കെയാണ് അവർ 8 ഐറ്റംസ് നോക്കുകയാണെങ്കിൽ ഒന്നാമതായിട്ട് വരുന്നത് 100 മീറ്റർ റണ്ണിങ് ആണ്. 17 സെക്കൻഡിനുള്ളിൽ കംപ്ലീറ്റ് ചെയ്യേണ്ടതാണ്. അടുത്ത രണ്ടാമതായിട്ട് വരുന്നത് ഹൈ ജമ്പാണ്. 1.06 മീറ്റർ ചാടിക്കിടക്കേണ്ടതുണ്ട്. അടുത്ത മൂന്നാമതായിട്ട് വരുന്നത് ലോങ് ജമ്പാണ്. 3.05 മീറ്റർ ചാടിക്കിടക്കേണ്ടതുണ്ട്. അടുത്ത നാലാമതായിട്ട് വരുന്നത് ഷോട്ട് പുട്ടാണ്. 4 കിലോഗ്രാമുള്ള ഷോട്ട് പുട്ട് 4.88 മീറ്റർ ദൂരത്തിൽ കൂടുതൽ എറിയേണ്ടതാണ്. ഇനി അടുത്ത അഞ്ചാമതായിട്ട് വരുന്നത് 200 മീറ്റർ റണ്ണിങ് ആണ്. 36 സെക്കൻഡിനുള്ളിൽ കംപ്ലീറ്റ് ചെയ്യേണ്ടതാണ്. അടുത്ത ആറാമതായിട്ട് വരുന്നത് ക്രിക്കറ്റ് ബോൾ ത്രോയിങ് ആണ്. 14 മീറ്റർ ദൂരത്തിൽ കൂടുതൽ എറിയേണ്ടതാണ്. ഇനി അടുത്ത ഏഴാമതായിട്ട് വരുന്നത് ഷട്ടിൽ റേസ് ആണ്. 25x4 26 സെക്കൻഡുകളിൽ കംപ്ലീറ്റ് ചെയ്യേണ്ടതാണ്. ഇനി അടുത്ത എട്ടാമതായിട്ട് വരുന്നത് സ്കിപ്പിംഗ് ആണ്. 1 മിനിറ്റിൽ 80 തവണ സ്കിപ്പിംഗ് ചെയ്യേണ്ടതാണ്. ഇങ്ങനെ 8 ഐറ്റംസ് ആണ് ഫീമെയിൽസിന് റിക്രൂട്ട്മെൻറ്റ് ഫിസിക്കൽ ടെസ്റ്റിൽ വരുന്നത്. ഇതിലേതെങ്കിലും 5 ഐറ്റം പാസ്സായാൽ റിക്രൂട്ട്മെൻറ്റ് ഫിസിക്കൽ ടെസ്റ്റ് പാസ് കിടക്കുന്നതാണ്. ഇനി അടുത്ത ഈ ഒരു റിക്രൂട്ട്മെൻറ്റിലേക്ക് അപേക്ഷിക്കേണ്ട രീതി ഇങ്ങനെ നോക്കുകയാണെങ്കിൽ ഓൺലൈൻ വഴിയാണ് അപേക്ഷിക്കേണ്ടത്. ഓൺലൈൻ വഴി കേരള PSCയുടെ 1 ടൈം രജിസ്ട്രേഷൻ അക്കൗണ്ട് വഴിയാണ് അപേക്ഷിക്കേണ്ടത്. കേരള PSCയുടെ 1 ടൈം രജിസ്ട്രേഷൻ അക്കൗണ്ട് ഇല്ലാത്തവർക്ക് എങ്ങനെയാണ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യേണ്ടത്, എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, അതുമായി ബന്ധപ്പെട്ട് നമ്മുടെ ചാനലിൽ ഓൾറെഡി ഡീറ്റെയിൽഡ് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ ഒരു വീഡിയോ കണ്ടിട്ട് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് എളുപ്പത്തിൽ ഈ ഒരു കാറ്റഗറി നമ്പർ ഉപയോഗിച്ച് ഈ ഒരു റിക്രൂട്ട്മെൻറ്റിലേക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ എങ്ങനെയാണ് ഈ ഒരു റിക്രൂട്ട്മെൻറ്റിലേക്ക് അപേക്ഷിക്കേണ്ടത്, എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, അതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഡീറ്റെയിൽഡ് വീഡിയോ വേണമെങ്കിൽ തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ചെയ്യുക. എന്നാൽ അത്തരത്തിലുള്ള വീഡിയോ അപ്ലോഡ് ചെയ്യാവുന്നതാണ്. അപേക്ഷിക്കാനുള്ള അവസാന തീയതി നോക്കുകയാണെങ്കിൽ 29/1/2025 അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. അപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവർ ലാസ്റ്റ് ഡേറ്റ് പാർട്ടിന് അപേക്ഷിക്കുക. അപേക്ഷിക്കുമ്പോൾ ആപ്ലിക്കേഷൻ ഫീസോ കാര്യങ്ങളൊന്നും ഉണ്ടായിരിക്കുന്നതല്ല. എളുപ്പത്തിൽ നിങ്ങൾക്ക് കേരള PSCയുടെ വെബ്സൈറ്റ് വഴി അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. പ്രധാനമായിട്ടും ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു റിക്രൂട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട് നിങ്ങളോട് ഷെയർ ചെയ്യാനുള്ളത്. എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ അല്ലെങ്കിൽ ഈ ഒരു ആർട്ടിക്കിൾ ചെക്ക് ചെയ്യുക. ഈ ഒരു ആർട്ടിക്കിളിലെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്തിരിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.